തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എൻ സുനന്ദ ഇന്ന് സന്ദർശിക്കും. വീട്ടിൽ പോകണമെന്ന് കുട്ടികൾ നിരന്തരം ആവശ്യപ്പെട്ട കാര്യം അറിയിച്ചു എന്ന ശ്രീചിത്ര ഹോം സൂപ്രണ്ടിന്റെ വാദം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തള്ളി. കുട്ടികൾ നിരന്തരം വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടത് CWCയെ അറിയിച്ചിട്ടില്ലെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മേരി ജോൺ പറഞ്ഞു. ചികിത്സയ്ക്ക് ശേഷം വീടുകളിലെ സാഹചര്യം കൂടി പരിഗണിച്ച് കുട്ടികളെ തിരിച്ചയക്കണോ എന്ന കാര്യം തീരുമാനിക്കും എന്ന് അഡ്വക്കേറ്റ് മേരി ജോൺ 24നോട് പറഞ്ഞു. ഇവിടെ ഇവര് വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പം സാധാരണ ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് കുറച്ച് ട്രോമാസ് ഒക്കെ കാണും, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു അവർക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് കൌൺസിലിംഗ് കൊടുത്തിരുന്നു, CWCയിലും അറിയിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഈ കുട്ടികൾ വീട്ടിൽ നിൽക്കാൻ സാഹചര്യം ഇല്ലാത്ത കുട്ടികളാണ്. അതിലൊരു കുട്ടിയുടെ ഒരു ഒരു റിലേറ്റീവ് ഇവിടെ വന്നിട്ട് ഞാൻ അവരെ തന്നെ CWCയിൽ പറഞ്ഞയച്ചിരുന്നു. അവിടുന്ന് ഓർഡർ വാങ്ങി വന്ന് കഴിഞ്ഞാൽ കുട്ടികളെ റിലീസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ CWC പറഞ്ഞത് അവർക്ക് വീട്ടിൽ നിൽക്കാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിൽക്കണമെന്നാണ്. അങ്ങനെ കൌൺസിലിംഗ് കൊടുത്തു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഇന്നലെയാണ് സൂപ്രണ്ട് അലക്സിനോട് സംസാരിക്കവേ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ കുട്ടികൾക്ക് നിരന്തരം വീട്ടിൽ പോകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നതൊക്കെ. അതൊക്കെ CWC തള്ളിക്കളയുകയാണോ? അങ്ങനെ ഒരു ആവശ്യമൊന്നും അവർ ഉന്നയിച്ചിട്ടില്ല എന്നതാണോ? അനുജ, CWC അംഗം അഡ്വക്കേറ്റ് മേരി ജോൺ 24 ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ശ്രീചിത്ര ഹോമിലെ സൂപ്രണ്ട് വി ബിന്ദു പറഞ്ഞത് ഈ കുട്ടികൾക്ക് വീടുകളിൽ പോകണമെന്ന ആവശ്യം അവർ നിരന്തരം ഉന്നയിച്ചു. അത് CWC അറിയിച്ചു. CWC പക്ഷെ അത് എതിർത്തു. അതായത് കുട്ടികൾക്ക് വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല. അവർ അങ്ങേയറ്റം ദാരിദ്ര്യാവസ്ഥയിലുള്ള വീട്ടിലെ കുട്ടികളാണ്. അതുകൊണ്ട് വീട്ടുകാർക്ക് നോക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ ഈ ശ്രീചിത്ര ഹോമിൽ തുടരട്ടെ എന്ന് CWC നിലപാടെടുത്തു എന്നാണ് വി ബിന്ദു പറഞ്ഞത്. പക്ഷേ CWCയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ആവശ്യം ഈ ശ്രീചിത്ര ഹോമിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരമൊരു റിപ്പോർട്ടോ കത്തോ രേഖാമൂലം അവർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മേരി ജോൺ 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, അത് വീടുകളിൽ പോകണമെന്ന കുട്ടികളുടെ ആവശ്യം സംബന്ധിച്ച് CWC അറിയിച്ചിട്ടില്ല. അതുമാത്രമല്ല, റാഗിംഗ് സംബന്ധിച്ച പരാതികളൊന്നും CWC ലഭിച്ചിട്ടില്ല. കുട്ടികളെ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷം, അതായത് മെനിഞ്ഞാന്ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്നലെ നമ്മളടക്കം വാർത്ത നൽകി. അത് വലിയ ചർച്ചയായതിനു ശേഷം ഇന്നലെ വൈകുന്നേരമാണ് ശ്രീചിത്ര ഹോം സൂപ്രണ്ട് പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. മാധ്യമങ്ങളിൽ എന്താണോ വിശദീകരിച്ചത് അത് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം കുട്ടികളുടെ സംരക്ഷണത്തിന് വിരുദ്ധമായവ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വിശദീകരണം തേടാനാണ് CWCയുടെ തീരുമാനം. നിലവിൽ കുട്ടികൾ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ ചികിത്സ കഴിയട്ടെ എന്നാണ് CWCയുടെ നിലപാട്. ചികിത്സയ്ക്ക് ശേഷം വീടുകളിലെ സാഹചര്യം കൂടി പരിഗണിച്ച് കുട്ടികളെ തിരിച്ചയക്കണം എന്ന കാര്യം തീരുമാനിക്കും എന്നും CWC അംഗം അഡ്വക്കേറ്റ് മേരി ജോൺ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ മനഃപൂർവ്വം ജോലി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ്, ദൗർഭാഗ്യകരമാണ് ഈ വിഷയമെന്ന് വ്യക്തമാക്കുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വഞ്ചൂർ പോലീസ് ഈ കുട്ടികളിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഈ കുട്ടികളിൽ നിന്ന് മാത്രമല്ല, CWCയിലെ മുതിർന്ന കുട്ടികളിൽ നിന്നും മൊഴി ശേഖരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ ഹോമിൽ ഈ വെള്ളമെടുത്ത് വെക്കൽ, പാത്രം കഴുകൽ, മുറ്റമടിക്കൽ, ടോയ്ലറ്റ് കഴുകലൊക്കെ തുടങ്ങിയ ജോലികൾ കുട്ടികൾ മാറി മാറി ചെയ്യുന്നതാണ് ശ്രീചിത്ര ഹോമിലെ രീതി എന്നാണ് ഈ മുതിർന്ന കുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നത്. ആത്മഹത്യക്ക് ശ്രമിച്ച കുട്ടികളുടെ അവസരം എത്തിയപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുതിർന്ന കുട്ടികൾ പറയുന്നു. അതായത് ഈ ആത്മഹത്യക്ക് ശ്രമിച്ച് ടാബ്ലറ്റുകൾ വിഴുങ്ങി ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികൾ പറയുന്നു അവരോട് പാത്രം കഴുകാനും വെള്ളമെടുത്ത് വെക്കാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് അവർ വീടുകളിലേക്ക് പോകണം എന്ന ആവശ്യം നിരന്തരമായി ഉന്നയിച്ചത് എന്നാണ് ശാഠ്യം പിടിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്താണെങ്കിലും അതിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ വഞ്ചൂർ പോലീസിനോടും ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എൻ സുനന്ദ ഇന്ന് മെഡിക്കൽ കോളേജിലെത്തി കുട്ടികളെ കാണും. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 3 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സകളിലുള്ളത്. ഒന്ന് SATയിൽ 12 വയസ്സുകാർ ചികിത്സയിലുണ്ട്. ആ കുട്ടിക്ക് വലിയ പ്രശ്നമില്ല. അതായത് ഒരു ടാബ്ലറ്റോ മറ്റോ ആണ് വിഴുങ്ങിയെന്ന് കുട്ടി തന്നെ പറയുന്നു. അതിനുശേഷം ആ ടാബ്ലറ്റ് തുപ്പിക്കളഞ്ഞെന്ന് കുട്ടി പറയുന്നു. വലിയ പ്രശ്നമില്ല. പക്ഷെ മറ്റു 2 കുട്ടികളുടെ കാര്യം അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. അതിൽ ഒരു കുട്ടിക്ക് ഇന്നലെ രാത്രിയും നല്ല ഷിവറിങ്ങും വിറയലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യനില തൃപ്തികരമായ നിലയിലാണ് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, ശ്രീചിത്ര ഹോമിലെ കുട്ടികളുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ടാണ് സൂപ്രണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രംഗത്തെത്തിയത്.